ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള വഴുതനങ്ങൻ്റെ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് വഴുതനങ്ങ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. അപ്പോൾ വിചാരിച്ച് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു വഴുതനങ്ങ കറി തയ്യാറാക്കിയിട്ട് എടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ഒരു വഴുതനങ്ങ കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് വഴുതനങ്ങ പറിച്ചെടുക്കുന്നത്. കുറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി അത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഞാനിത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കഴുകി അരിഞ്ഞ് വെച്ച്, അതായത് കുറച്ച് നീളത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരുപാടൊന്നും ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വഴുതനങ്ങ കുക്കായി പോവുമല്ലോ. അപ്പോൾ അത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. കാരണം ഒന്ന് ആവി കയറിക്കഴിഞ്ഞാൽ തന്നെ വഴുതനങ്ങ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു വഴുതനങ്ങ കറി ചപ്പാത്തിക്ക്, അതുപോലെ തന്നെ നെയ്സ് പത്തിരി, വെള്ളാപ്പം, ഇതിനൊക്കെ പറ്റിയൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഈ അതേ എണ്ണയിൽ തന്നെ ഞാനിതപ്പോൾ 1 ടീസ്പൂണോളം കടുകും 1/2 ടീസ്പൂണോളം ഉലുവയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി കുറച്ച് കൂടുതലില്ലെങ്കിൽ ഈ പകുതി കുഞ്ഞുള്ളി എടുക്കാം, ഒരു വലിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഈ ഒരു കുഞ്ഞുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കുഞ്ഞുള്ളിയുടെ ആ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി, അതായത് കുഞ്ഞുള്ളിയിലെ അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലേക്ക് തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ തക്കാളി നല്ല രീതിയിൽ തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇന്നത്തെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പപ്പടം വാട്ടിയതോ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് മുൻപന്തിയിൽ തന്നെ നിൽക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്കൊരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു മസാലകളുടെ ആ ഒരു പച്ചമണക്കെ ഒന്ന് മാറിക്കിട്ടണം. ഫ്ലെയിം കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മസാലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഞങ്ങളുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. ഇനി ഞാൻ നേരത്തെ തന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ ഒരു കറി ഞങ്ങൾക്ക് കുറച്ചൊരു ഒരു തിക്കായിട്ട് തന്നെ കിട്ടണേ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസിലാണ് വേണ്ടുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ കുറച്ചൊരു ടൈറ്റിൽ നല്ലൊരു കുറുകിയിട്ടുള്ള കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നടുവിൽ നിന്ന് കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ 1-2 തവണ ഇതൊന്ന് അടപ്പൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് ഞാനിത് വീണ്ടും ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച് വഴുതിരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു വഴുതിരിങ്ങയിലേക്ക് ഒരു മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് യോജിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ ഈ ഒരു മസാലകളൊക്കെ ഈ ഒരു വഴുതിരിങ്ങയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പം മാഷാ അല്ലാഹ് പാകത്തിലുള്ള എരിവും ഉപ്പും ഒക്കെ ഉണ്ട്, പുളിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാനിതിലേക്കൊരു അരമുറി തേങ്ങ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാല ചേർത്ത് കൊടുക്കേണ്ടതാണെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ, ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും നല്ല രീതിയിൽ തന്നെ തെളിച്ച് ഇതൊന്ന് കുറുകി വരട്ടെ. ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്ന് എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം. അപ്പോൾ വീട്ടിൽ വഴുതിരിങ്ങ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.